ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ എൻ്റെ ട്രേഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് 30 മിനിറ്റ്സ് ആണ്. ഗോൾഡിൻ്റെ 30 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഇനി എൻ്റെ ട്രേഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിനും പിന്നെ ഈ 41.25 എബോവ് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ. ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യത്തില്ല. ഇപ്പോൾ പ്രൈസ് ഇതിപ്പോൾ 4 അവർ ചാർട്ടിൽ ഇതൊരു നമുക്കൊരു ഹൈ ക്യാൻഡിലാണ് ലാസ്റ്റ് 4 അവർ ക്യാൻഡിൽ കിട്ടിയേക്കുന്നത്. സോ ഇപ്പോൾ ഇൻ കേസ് ഇത് പ്രൈസ് ഈ 41.25 മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ ബൈ എടുക്കും. അതുപോലെ തന്നെ പ്രൈസ് ഈ ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഞാൻ ഈ ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരെ പ്രൈസ് റീച്ച് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഞാനൊരു സെൽ ട്രേഡ് എടുക്കും. ഇത് രണ്ടുമാണ് എൻ്റെ ചോയ്സ്. പക്ഷേ ഈ ചോയ്സ് എനിക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈസ് ഈ കൺസിഡറേഷനിൽ നിന്ന്, അതായത് ഈ ഏരിയയിൽ നിന്ന് പ്രൈസ്, അതായത് ആ പ്രൈസ് ഞാൻ കറക്റ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ 4110 ലേക്കിൻ്റെ താഴെ പോകണം. 4110 താഴെയും പിന്നെ 41.25 മേളിലും മാത്രമേ എനിക്ക് ട്രേഡിംഗ് ട്രേഡിംഗ് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്, അത് 4110ൻ്റെയും 41.25ൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ എനിക്കൊരു ട്രേഡ് ഐഡിയാസ് ഇതുവരെ ആ റേഞ്ചിലില്ല. ഓക്കെ, ആ റേഞ്ചിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. കാരണം എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. മേളിലേക്ക് താഴേക്ക് പോകുന്ന എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇതിൻ്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കൺഫർമേഷൻ കിട്ടും. അതായത് പിന്നെയുള്ളൊരു ഫ്രീ റേഞ്ചാണ്. ഇവിടം വരെ ഒരു ഫ്രീ റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു $5 മൂവ്മെൻ്റ് ഉണ്ട്. അത് $5 മൂവ്മെൻ്റ് ഉണ്ട്. ആ $5 മൂവ്മെൻറ്റിൽ എനിക്കൊരു $1 അല്ലെങ്കിൽ $2 മൂവ്മെൻറ്റ് എനിക്ക് കിട്ടിയാൽ മതി. സോ അത് എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ട്രേഡേ അവിടെ എടുക്കുകയുള്ളൂ. പിന്നെ ഇങ്ങോട്ട് താഴേക്ക് പോയാലും അതൊരു $5 മൂവ്മെൻ്റ് ഉണ്ട്. അതായത് 5 അല്ലെങ്കിൽ $10 മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊരു $2-3 മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതുവരെ അത് സംഭവിക്കുന്നതിന് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ.